ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിൽ പ്രിയരെ, വീണ്ടും തിരുവചനവുമായി നിങ്ങളുടെ മുൻപിൽ എത്തിച്ചേരുന്നതിന് കൃപ ചെയ്ത ദൈവത്തിന് നന്ദി കരയേറ്റിക്കൊണ്ട് ഇന്നത്തെ അല്പസമയത്തെ നമ്മുടെ ധ്യാനത്തിനായിട്ട് അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം 1, 2, 3 വാക്യങ്ങൾ വായിക്കട്ടെ. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം 1 മുതൽ ഉള്ള വാക്യങ്ങൾ. കൈസരിയിൽ ഇത്താലിക എന്ന പട്ടാളത്തിൽ കൊർന്നല്യോസ് എന്ന പേരുള്ള ഒരു ശതാധിപൻ ഉണ്ടായിരുന്നു. അവൻ ഭക്തനും തൻ്റെ സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോന്നു. അവൻ പകൽ ഏകദേശം 9-ാം മണി നേരത്ത് ഒരു ദർശനത്തിൽ ഒരു ദൈവദൂതൻ തൻ്റെ അടുക്കൽ അകത്ത് വരുന്നത് സ്പഷ്ടമായി കണ്ടു. കൊർന്നല്യോസേ എന്ന് തന്നോട് പറയുന്നത് കേട്ടു. അവനെ ഉറ്റുനോക്കി ഭയപരവശനായി, എന്താകുന്നു കർത്താവേ എന്ന് ചോദിച്ചു. അവനോട്, നിൻ്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിൻ്റെ മുൻപിൽ എത്തിയിരിക്കുന്നു. 5 നൂറ്റാണ്ടിലധികം അധികാരത്തിലും പ്രതാപത്തിലും ഉയർന്ന് വിരാജിച്ചതായ റോമൻ നാഗരികതയുടെ ദയനീയമായ തകർച്ചയ്ക്ക് 5 കാരണങ്ങളാണ് ഗിബ്ബൺ രചിച്ച ഡിക്ലൈൻ ആൻഡ് ഫോൾ ഓഫ് റോമൻ എംപയർ എന്ന പുസ്തകത്തിൽ വിവരിക്കുന്നത്. ഗിബ്ബൺ ഇപ്രകാരം പറയുന്നു: റോമ പ്രതാപത്തിൻ്റെ പരാജയത്തിൻ്റെ ഒരു കാരണം കുടുംബത്തിൻ്റെ മാന്യതയും കെട്ടുറപ്പും തകർന്നു എന്നുള്ളതാണ്. കുടുംബത്തിൻ്റെ മാന്യതയും കെട്ടുറപ്പും തകർന്നു. രണ്ടാമതായിട്ട് പറയുന്നു, വൻ തുക കരമായി പിരിച്ച് ഭരണാധികാരികൾ സുഖലോലുപതയിൽ മുഴുകി. 3, ഭീമാകാരമായ കെട്ടിടങ്ങളും കോട്ടക്കൊത്തളങ്ങളും വൻ തുക മുടക്കി നിർമ്മിച്ചു. 4, മൃഗീയ ചാരിതാർത്ഥ്യവും സുഖവും പ്രദാനം ചെയ്യുന്ന സ്പോർട്സ് രംഗത്തേക്ക് പൗരന്മാർ അന്ധമായി കുതിച്ചു കയറി. 5, മതചിന്തയും ധർമ്മബോധവും പുറന്തള്ളി ഭൗതികമായ ജീവിതശൈലി സ്വീകരിച്ചു. മതചിന്തയും ധർമ്മബോധവും പുറന്തള്ളി ഭൗതികമായ ജീവിതശൈലി സ്വീകരിച്ചു. കേരളത്തിൻ്റെ തകർച്ചയുടെ കാരണം അന്വേഷിക്കുന്നവർക്ക് ഗിബ്ബണിൻ്റെ നിഗമനം കേരളത്തിൻ്റെ കാര്യത്തിലും സമ്മതിക്കേണ്ടതായി വരും. ഇന്നത്തെ കാലഘട്ടം, ഇന്നത്തെ തലമുറ, അവരുടെ ആഗ്രഹം എന്താണ് ചോദിച്ചാൽ അടിച്ചു പൊളിച്ച് ജീവിക്കണം എന്നുള്ളതാണ്. അടിച്ചു പൊളിച്ച് ജീവിക്കുന്നതിന് ആവശ്യമായിരിക്കുന്ന സുഖം, പണം, ശക്തി ഇവയെല്ലാം ഏതെങ്കിലും വിധത്തിൽ അവർ സമ്പാദിക്കുന്നതായിട്ട്, അതിനുവേണ്ടി അക്ഷീണം പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഏതു മാർഗത്തിൽ കൂടെയും പണം സമ്പാദിച്ച് സുഖലോലുപതയിൽ കഴിയുവാനായിട്ട് ഒരുങ്ങുന്നതായിട്ടുള്ള ഒരു സമൂഹത്തെയാണ് ഇന്ന് നാം അങ്ങോളം ഇങ്ങോളം കാണുന്നത്. പ്രായഭേദമന്യേ കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായവർ വരെ അവർക്ക് ജീവിതത്തിൽ സുഖിക്കണം, അതിനുവേണ്ടി ഏതു മാർഗത്തിലും പണമുണ്ടാക്കണം എന്നുള്ളത് മാത്രമാണ് ചിന്ത. അതിൻ്റെ ഫലമായി സമൂഹത്തിൽ നാം കാണുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ധാർമ്മികമായിട്ടുള്ള അധപ്പതനം, മൂല്യച്യുതി. അതിൻ്റെ തെളിവുകളാണ് ഇന്ന് നാം കാണുന്ന അഴിമതിയായാലും അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും പീഡനങ്ങളും മോഷണങ്ങളും ബലാത്സംഗങ്ങളും അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ നടക്കുന്നു എന്ന് ചോദിച്ചാൽ പലപ്പോഴും ദൈവവുമായിട്ടുള്ള ബന്ധം
ദൈവിക ബോധം, മൂല്യബോധം ഉൾക്കൊള്ളുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കുവാൻ ഇന്ന് നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. അതിന് ദൈവമൂല്യങ്ങളുള്ള, ദൈവവുമായിട്ട് ബന്ധമുള്ള, ദൈവഭയമുള്ള കുടുംബങ്ങളും കുടുംബങ്ങളിൽ നിന്ന് ജനിക്കുന്നതായിട്ടുള്ള വളരുന്ന തലമുറയും ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. വിശുദ്ധ വേദപുസ്തകം നാം പരിശോധിക്കുമ്പോൾ പല കുടുംബങ്ങളും മൂല്യ തകർച്ചയിലും അതോടൊപ്പം തന്നെ ദൈവിക കൃപയിലും വളർന്നു വന്നു സമൂഹത്തെ നടത്തിയതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പഴയ നിയമത്തിൽ നമ്മൾ നോക്കുമ്പോൾ ശമൂവേലിൻ്റെ പുസ്തകത്തിൽ പുരോഹിതനായിരിക്കുന്ന ഹന്നായുടെ മക്കൾ ദൈവിക ബോധത്തിൽ നിന്ന് മാറിപ്പോയതായിട്ട് കാണുവാൻ സാധിക്കും. എന്നാൽ പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് നാം ഇന്ന് വായിച്ചു കേട്ടതായിട്ടുള്ള അല്ലെങ്കിൽ ചിന്തനയ്ക്കായിട്ട് എടുത്തതായ വേദഭാഗം ഇവിടെ ഒരു വ്യക്തിയുടെ കുടുംബജീവിതത്തെക്കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. ആ വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാൽ കൈസരിയിൽ ഇത്താലിക എന്ന പട്ടാളത്തിൽ ഉള്ളതായ കൊർന്നല്യോസ് എന്ന് പറയുന്നതായ ഒരു ശതാധിപൻ. ഈ മനുഷ്യന് ഉണ്ടായിരുന്ന പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, ഒന്ന്, അവൻ ഒരു ജാതിയിൽപ്പെട്ട ആളായിരുന്നു. രണ്ട്, അവനൊരു പട്ടാളക്കാരനായിരുന്നു. മൂന്ന്, പട്ടാളക്കാരൻ എന്നതിനേക്കാൾ ഉപരിയായി അവൻ ഒരു ശതാധിപൻ, ഒരു അധികാരിയായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. യഹൂദനല്ലാത്ത ജാതിയിൽപ്പെട്ട പട്ടാളക്കാരനായ അധികാരിയായിരിക്കുന്ന ഈ കൊർന്നല്യോസിനെ കുറിച്ച് ഈ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഈ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യേകതകൾ, ഒന്ന്, അവിടെ പറയുന്നത് അവൻ ഭക്തനും തൻ്റെ സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായിരുന്നു. കൊർന്നല്യോസ് ദൈവഭക്തനായിരുന്നു എന്ന് വേദപുസ്തകം സാക്ഷിക്കുന്നു. ഇന്ന് പലപ്പോഴും നമ്മൾ ഭക്തിയുടെ വേഷം ധരിക്കുന്നവരാണ്. എന്നാൽ യഥാർത്ഥ ഭക്തി, ദൈവവുമായിട്ടുള്ള ബന്ധം നമ്മളിൽ നിന്ന് വളരെ ദൂരത്തായിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. യഹോവ ഭക്തി എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ അതിന് പറയുന്നത് ദ ഫിയർ ഓഫ് ദ ലോർഡ് എന്നാണ്. ദൈവത്തെ ഭയപ്പെടുക എന്നുള്ളതാണ് യഹോവ ഭക്തി എന്ന് പറയുന്നത്. ഇന്നത്തെ നമ്മുടെ വ്യക്തിജീവിതങ്ങളിലും കുടുംബജീവിതങ്ങളിലും സമൂഹ ജീവിതങ്ങളിലും കാണുവാൻ കഴിയാത്ത ഒന്നാണ് ദൈവഭയം. ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ലാത്ത ഒരവസ്ഥ എന്ന് പലപ്പോഴും പറയേണ്ടതായി വരും. ദൈവഭയം ഇല്ലാത്തതുകൊണ്ട് ജനം മര്യാദ വിട്ട് നടക്കുന്നു എന്ന് തിരുവചനം നമ്മളോട് പറയുന്നു. ഇന്ന് നമ്മുടെ സമൂഹത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ മര്യാദയില്ലാത്ത പ്രവർത്തനങ്ങളും മര്യാദയില്ലാത്ത ജീവിതശൈലികളും അങ്ങോളം ഇങ്ങോളം നമുക്ക് കാണുവാൻ കഴിയും. അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ദൈവഭയവും ദൈവഭക്തിയുമില്ലാത്ത കുടുംബങ്ങളിൽ ജനിക്കുന്നതായിട്ടുള്ള തലമുറ ദൈവഭയം ഇല്ലാതെ ജീവിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ കൊർന്നല്യോസ് ജാതിയിൽപ്പെട്ടവനും പട്ടാളക്കാരനുമായിരുന്ന ഇവൻ്റെ കുടുംബത്തെക്കുറിച്ച് പറയുന്നു. അവൻ ദൈവഭയമുള്ളവനായിരുന്നു. ദൈവഭയമുള്ളവനായിരുന്നു എന്ന് മാത്രമല്ല, അവിടെ ഒരു വിശേഷണം കൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തൻ്റെ സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവൻ. തൻ്റെ സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുക. അതായത് ഭാര്യയും ഭർത്താവും, അല്ലെങ്കിൽ പിതാവും മാതാവും കുഞ്ഞുങ്ങളും ആ കുടുംബത്തോടെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന, അല്ലെങ്കിൽ ആ ഭവനത്തിൻ്റെ ഭാഗമായിരിക്കുന്ന എല്ലാ അംഗങ്ങളും എല്ലാ കാര്യങ്ങളും സകല ഗ്രഹവും
ഒന്നിച്ച് ദൈവത്തെ ഭയപ്പെടുന്നതായിട്ടുള്ള ഒരു അനുഭവം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ കുടുംബങ്ങളിലേക്ക് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ ഇന്ന് നമ്മൾക്ക് അങ്ങനെ പറയുവാനായിട്ട് സാധിക്കുമോ? സകല ഗ്രഹത്തോടും കൂടെ ഞങ്ങൾ ദൈവത്തെ ഭയപ്പെടുമെന്നു. ഇന്ന് പലപ്പോഴും പല മാതാപിതാക്കൾ ഹൃദയഭേദനത്തോടുകൂടെ നമ്മളോട് പറയാറുണ്ട്, അച്ഛാ, ഞങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, എല്ലാ അനുഗ്രഹങ്ങളും ദൈവം തന്നിട്ടുണ്ട്, പക്ഷെങ്കിൽ ഞങ്ങളുടെ ഒരു മകൻ അത്ര ശരിയല്ല എന്ന് പലരും പറയാറുണ്ട്. അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു കുടുംബത്തിൽ 2 മക്കളുണ്ട്, അല്ലെങ്കിൽ കുറച്ചു കുടുംബമായാൽ പോലും അവർക്കൊന്നിച്ച് ദൈവത്തെ ഭയപ്പെടുവാനും ഒന്നിച്ച് ഗ്രഹത്തോട് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിക്കുവാനും പലപ്പോഴും സാധിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ ഇന്ന് കുടുംബങ്ങളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിപ്പാൻ നമുക്ക് കഴിയുന്നില്ല. നമ്മൾക്ക് പണം ചെലവാക്കി വളരെ മനോഹരമായ വീടുകൾ, മണിമന്ദിരങ്ങൾ ഒക്കെ നമുക്ക് പണിയുവാനും നല്ല ഭവനങ്ങൾ, നല്ല വീടുകളൊക്കെ ഉണ്ടാക്കുവാനും സാധിച്ചിട്ടുണ്ട്. പക്ഷെങ്കിൽ ഭവനത്തിൽ ദൈവത്തെ ഭയന്ന് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ പലപ്പോഴും ജീവിക്കുവാൻ കുടുംബമായി സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു വാസ്തവം തന്നെ അല്ലേ? ദൈവത്തെ ഭയപ്പെടുന്നതായിട്ടുള്ള കുടുംബം, വീടുകൾ മനോഹരം, മതിലുകൾ മനോഹരം, എല്ലാ സാഹചര്യങ്ങളും അനുകൂലം, പക്ഷെങ്കിൽ ദൈവമില്ലാത്ത, ദൈവ സാന്നിധ്യമില്ലാത്ത കെട്ടിടങ്ങൾ മാത്രമായി ഇന്ന് കുടുംബങ്ങൾ പലപ്പോഴും തീരുന്നു. അതുകൊണ്ട് വ്യക്തിജീവിതങ്ങളിലും കുടുംബജീവിതങ്ങളിലും ദൈവാനുഭവമില്ലാത്ത ഒരു സാഹചര്യത്തിൽ, ദൈവഭയമില്ലാത്ത ഒരു അനുഭവത്തിൽ എന്തും ചെയ്യുവാനും എന്തും പ്രവർത്തിക്കുവാനും ദൈവഭയമില്ലാതെ മനുഷ്യൻ ഒരുങ്ങുന്നതുകൊണ്ട് സമൂഹത്തിൻ്റെ സ്ഥിതി ഇന്ന് വളരെ അധപ്പതനത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അത് മാധ്യമങ്ങളിൽ കൂടെയും നമ്മുടെ ചുറ്റുപാടിലെ അനുഭവങ്ങളിൽ കൂടെയൊക്കെ നമുക്കത് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. സമൂഹം മൂല്യച്യുതിയിൽ മുന്നോട്ട് പോകുന്നതിൻ്റെ കാരണം മത നേതാക്കന്മാരെയും അതുപോലെയുള്ള സംഘടനകളെയും അല്ലെങ്കിൽ വേദപുസ്തകത്തിൽ അധിഷ്ഠിതമായ പ്രവർത്തനം ചെയ്യുന്നവരെയും ഒന്നും കുറ്റം പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. പിന്നെയോ നമ്മുടെ ജീവിതങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ ദൈവഭയമുള്ളവരായി സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നതായ ഒരനുഭവത്തിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ വിഷമം, പ്രയാസം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവിക സാന്നിധ്യം നമ്മുടെ വ്യക്തിജീവിതങ്ങളിൽ നിന്നും നമ്മുടെ കുടുംബജീവിതങ്ങളിൽ നിന്നും അകലെയായിരിക്കുന്നു. ദൈവമില്ലാത്ത പ്രവർത്തനങ്ങളും ദൈവമില്ലാത്ത ചിന്തയിൽ കൂടെയുള്ള ഓരോ പ്രവർത്തനങ്ങൾ ഇന്ന് സമൂഹത്തെ കാർന്നു തിന്നുന്ന ക്യാൻസർ പോലെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതുകൊണ്ട് ഇവിടെ ഈ കൊർന്നേലിയോസിനെ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞല്ലോ, അദ്ദേഹം സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനായിരുന്നു. ഇന്നിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ, സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്ന തലമുറയെ വാർത്തെടുക്കുവാൻ നമ്മുടെ സഭയ്ക്ക്, നമ്മുടെ ക്രിസ്തീയ വിശ്വാസികൾക്ക് സാധിക്കണം എന്നുള്ളത് നാം ഒരിക്കലും മറന്നു പോകരുത്. യോശുവ പറഞ്ഞു, ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. നിങ്ങൾ ഏതു വഴി സഞ്ചരിച്ചാലും എങ്ങനെ പോയാലും നിങ്ങൾ എങ്ങനെയായിരുന്നാലും എനിക്കത് പ്രശ്നമല്ല. പിന്നെയോ ഞാനൊരു തീരുമാനമെടുത്തിരിക്കുന്നു, ഞാൻ യഹോവയെ എൻ്റെ കുടുംബമായി സേവിക്കുമെന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് അടിയുറച്ച് വിശ്വസിക്കുവാനും പറയുവാനും അതിൽ ഉറച്ചു നിൽക്കുവാനും നമ്മൾക്ക് സാധിക്കുമ്പോൾ മാത്രമേ നമ്മുടെ സമൂഹം നന്നാകുകയുള്ളൂ, ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് മറ്റുള്ളവർ വരികയുള്ളൂ എന്ന് നാം മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. രണ്ടാമതായിട്ട് ഇവിടെ പറയുന്നത്, ദൈവത്തെ ഭയപ്പെടുന്നവരായി ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോന്നു. ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും. ധർമ്മം എന്ന് പറയുമ്പോൾ ദൈവം തമ്പുരാൻ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന
ജീവിതം തന്നെ ദൈവത്തിൻ്റെ ദാനമാണ്. ഇന്ന് നമ്മൾ അനുഭവിക്കുന്നതൊക്കെ ദൈവത്തിൻ്റെ ദാനം ആണെങ്കിൽ ആ ദാനം ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായി മറ്റുള്ളവരുടെ പ്രയോജനത്തിനായി ചെലവഴിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. എന്നാൽ ഇന്നത്തെ തലമുറ, ഇന്നത്തെ കാലഘട്ടം പലപ്പോഴും സ്വയം വളരുവാൻ വേണ്ടി മാത്രം സമൂഹത്തിലേക്ക് നോക്കി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുവാൻ പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല. സമൂഹത്തിൽ കാണേണ്ടതിനെ കാണാതിരിക്കത്തക്കവണ്ണം നമ്മുടെ ആത്മീയ കണ്ണുകൾ പലപ്പോഴും കുരുടാകുന്നു. നമ്മൾ മറ്റുള്ളവർ കാണുവാൻ വേണ്ടി പലപ്പോഴും എന്തെങ്കിലുമൊക്കെ ധർമ്മം ചെയ്യുന്നു. പേരും പെരുമയ്ക്കും വേണ്ടി പല കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടാൻ ശ്രമിക്കുന്നു. എന്നാൽ ഇവിടെ കൊർന്നേലിയോസിനെ കുറിച്ച് പറയുന്നത് അവൻ എന്തായിരുന്നു? ദൈവത്തെ ഭയപ്പെടുന്നവനായി ജനത്തിന് വളരെ ധർമ്മം കൊടുക്കുന്നവനായിരുന്നു. ദൈവം തമ്പുരാൻ ഈ ലോകത്തിൽ വന്നപ്പോൾ സ്വർഗത്തിൽ പോകുവാനായിട്ടുള്ള ഒരേ ഒരു വഴി കാണിച്ചു തന്നു, പറഞ്ഞു തന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ, ഈ ചെറിയവരിൽ ഒരുത്തനെ ചെയ്തതെല്ലാം എനിക്ക് ചെയ്തിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കർത്താവ് തന്നെ പറയുന്നു, എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നില്ല. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നില്ല. ഒരു കൂട്ടരോട് അങ്ങനെ പറയുമ്പോൾ മറ്റൊരു കൂട്ടരോട് പറയുന്നു, ഞാൻ വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു. അപ്പോൾ രണ്ടു കൂട്ടരും പറയുന്നു, ഞങ്ങളങ്ങനെ നിന്നെ കണ്ടിട്ടില്ല, വിശന്നവനായി കണ്ടിട്ടില്ല, ദാഹിച്ചവനായി കണ്ടിട്ടില്ല, നഗ്നനായി കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ നിനക്ക് തന്നത് എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറയുന്ന ഉത്തരമാണ്, ഈ ചെറിയവരിൽ ഒരുത്തനെ ചെയ്തതെല്ലാം എനിക്ക് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് സ്വർഗത്തിൽ പോകുവാനായിട്ട് കർത്താവ് പറഞ്ഞു, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ എന്നുള്ള വിളി കേൾക്കുവാനായിട്ട് സാധിച്ചത് ഈ ചെറിയവരിൽ ഒരുത്തനെ ചെയ്ത മാനദണ്ഡം വെച്ചുകൊണ്ടാണ്. അതുകൊണ്ട് സ്വർഗത്തിൽ പോകുവാൻ നാം എല്ലാവരും ഒരുങ്ങി ഇതിനപ്പുറത്തുള്ള ലൈഫിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ഒരു കാര്യം നാം ഓർത്തിരിക്കണം, ഈ ലോകത്തിൽ ദൈവം തന്നിരിക്കുന്ന ദാനമാണ് നമ്മുടെ ആയുസ്സ്. ഈ ലോകത്തിൽ ദൈവം തന്നിരിക്കുന്ന ദാനമാണ് നമ്മുടെ സമ്പത്ത്. ഈ ലോകത്തിൽ ദൈവം തന്നിരിക്കുന്ന ദാനമാണ് നമ്മുടെ കുടുംബവും കുടുംബജീവിതവും അതിൻ്റെ കുഞ്ഞുങ്ങളും. ഇത് ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായി പ്രയോജനപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കുമ്പോൾ മാത്രമേ ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണി ഫലവത്തായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധ്യമാകുകയുള്ളൂ. കർത്താവിൻ്റെ ദൗത്യം ശരിയാവണ്ണം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഞാനും നിങ്ങളും കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് ഈ ചെറിയവരിൽ ഒരുത്തന് ചെയ്തത് എനിക്ക് ചെയ്തിരിക്കുന്നു എന്നുള്ള ആ ശബ്ദം കേട്ടുകൊണ്ട് ഇന്ന് നമ്മളെ ആക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ കർത്താവിന് വേണ്ടി ധർമ്മം അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാനും ചെലവഴിക്കുവാനും നമുക്ക് സാധിക്കണം. ഇരുന്ന് തുരുമ്പിക്കുവാൻ പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നു, എന്നാൽ പ്രവർത്തിച്ച് തേയുവാൻ നമ്മളാരും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഇരുന്ന് തുരുമ്പിക്കുന്നതിനേക്കാൾ നല്ലത് പ്രവർത്തിക്കുന്നതാണ്, അങ്ങനെ തേയുന്നതാണ് നല്ലത് എന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതുകൊണ്ട് കൊർന്നേലിയോസിനെ സംബന്ധിച്ച് പറയുമ്പോൾ അവൻ ദൈവഭക്തനായിരുന്നു, സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനായിരുന്നു. മാത്രമല്ല അവൻ വളരെ ധർമ്മം കൊടുക്കുന്നവനായിരുന്നു. വീണ്ടും നമ്മളെ ഓർപ്പിക്കുന്നു, അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു പോകുന്നു. ദൈവത്തോട് പ്രാർത്ഥിച്ചു പോകുന്നു. പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള സംസർഗമാണ്, ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയാണ്, ദൈവത്തോട് സംസാരിക്കുന്നതാണ്. ഈ ദൈവത്തോട് സംസാരിക്കുന്ന ഒരനുഭവം നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തതുകൊണ്ട് പലപ്പോഴും ദൈവത്തിൻ്റെ ആലോചനകളും ദൈവത്തിൻ്റെ പദ്ധതിയും നമ്മളിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ സമൂഹത്തിലും മനസ്സിലാക്കുവാൻ പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല. എന്നാൽ ഇവിടെ കൊർന്നേലിയോസ് എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോന്നു എന്ന് കാണുവാൻ സാധിക്കും. ഒരു കാലത്ത് നമ്മുടെ മാതാപിതാക്കൾക്ക് പ്രാർത്ഥനാ ജീവിതമുണ്ടായിരുന്നു. കണ്ണുനീരോടുകൂടെ അവർ പ്രാർത്ഥിക്കുമായിരുന്നു. സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ കുറവായിരുന്നു. ഭക്ഷണത്തിന് പോലും ഒരു പക്ഷെങ്കിൽ പ്രയാസപ്പെട്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ രാവിലെയും വൈകിട്ടുമൊക്കെ കണ്ണുനീരോടുകൂടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു പതിവ്, ഒരു പാരമ്പര്യം നമ്മുടെ പൂർവ്വപിതാക്കന്മാർക്കുണ്ടായിരുന്നു. ഇന്ന് പലപ്പോഴും നമ്മൾ പാരമ്പര്യം പറയാറുണ്ട്, എന്നാൽ യഥാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയുടെ പാരമ്പര്യം
ദൈവത്തെ ആരാധിക്കുന്നതിനുള്ള പാരമ്പര്യം നാം നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്നുള്ളതാണ് വാസ്തവം. ഇവിടെ പ്രാർത്ഥന നഷ്ടപ്പെട്ട ഒരു സമൂഹം, നഷ്ടപ്പെട്ട കുടുംബങ്ങൾ, പ്രാർത്ഥനാ ജീവിതമില്ലാത്ത വ്യക്തി ജീവിതങ്ങൾ പലപ്പോഴും സമൂഹത്തിന് ശാപമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തോടുള്ള ബന്ധമില്ല, ദൈവത്തോടുള്ള സംസാരമില്ല, ദൈവവുമായിട്ടുള്ള സംസർഗമില്ല, ദൈവത്തെ ആരാധിക്കുവാനായിട്ടുള്ള സമയമില്ല. പലപ്പോഴും ഈ ലോകത്തിലെ പല മോഹങ്ങൾക്ക് വേണ്ടി സമയം ചിലവഴിച്ചുകൊണ്ട് സൗകര്യമായി അടിച്ചുപൊളിച്ച് ജീവിക്കുന്ന ഒരു കാലഘട്ടം. ഇവിടെ കൊർന്നേല്യോസിൻ്റെ ഭവനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ പ്രത്യേകമായി പറയുന്നു, അവൻ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോകുന്നവനാണ്. ഇന്ന് നമ്മുടെ കാലഘട്ടത്തിൽ പ്രാർത്ഥന നഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രമല്ലേ പലപ്പോഴും സമൂഹം വഷളായി മാറുന്നത്. ഇന്ന് കുടുംബജീവിതങ്ങൾ താറുമാറാകുന്നു. ഇന്ന് പലപ്പോഴും കുഞ്ഞുങ്ങളുടെ വിവാഹങ്ങളൊക്കെ 2-3 ദിവസം കഴിയുമ്പോൾ തന്നെ ഡിവോഴ്സ് ആകുന്നു, അല്ലെങ്കിൽ കുടുംബജീവിതം മാറിപ്പോകുന്നു. ഇതിൻ്റെ കാരണം എന്താണ്? ദൈവത്താൽ കൂട്ടിച്ചേർക്കപ്പെട്ടത് മരണത്താലല്ലാതെ വേർപിരിക്കുവാൻ സാധ്യമല്ല, വേർപിരിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ കൂദാശയിൽ കൂടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന കുടുംബജീവിതങ്ങൾ പരാജയപ്പെട്ടു പോകുവാൻ കാരണമെന്താണെന്ന് നാം ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവമില്ലാത്ത കൂടിച്ചേരൽ, ദൈവവും മനുഷ്യനും കൂടിച്ചേർന്ന് ഒന്നിച്ച് പിരിച്ചെയ്യുന്നതായിട്ടുള്ള മുപ്പിരിച്ചരരായി നമ്മുടെ ഭവനങ്ങൾ, നമ്മുടെ കുടുംബജീവിതങ്ങൾ മാറുമ്പോൾ മാത്രമേ അത് വളരെ ശക്തിയോടുകൂടെ ഏത് പ്രതികൂലങ്ങൾ വന്നാലും ഏത് കാറ്റടിച്ചാലും പാറമേൽ പണിത വീട് പോലെ നിലനിൽക്കുവാനായിട്ട് കഴിയുകയുള്ളൂ എന്നുള്ളത് വാസ്തവമാണ്. എന്നാൽ ഇന്ന് പലപ്പോഴും നമ്മുടെ കുടുംബജീവിതങ്ങൾ മണലിന്മേൽ വെച്ച വീട് പോലെ, ദൈവമില്ലാത്ത വീട്, ബുദ്ധിഹീനനായ മനുഷ്യൻ പണിഞ്ഞതുപോലെയുള്ള വീട്. ഒരു കാറ്റ് വരുന്നു, ഒരു പ്രതികൂലങ്ങൾ വരുന്നു, നിസ്സാരമായ എന്തെങ്കിലും കാര്യങ്ങൾ വരുന്നു, അപ്പോൾ കുടുംബജീവിതം പലപ്പോഴും താറുമാറായി പോകുന്ന അനുഭവം. ഇത് സമൂഹത്തെ എത്രമാത്രം വഷളത്വത്തിലേക്ക്, അരാജകത്വത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളത് നാം ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതുകൊണ്ട് കൊർന്നേല്യോസിൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, അവൻ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോന്നു. പ്രാർത്ഥനാ ജീവിതം നഷ്ടപ്പെട്ട ഇന്നത്തെ കാലഘട്ടത്തിൽ അതിലേക്ക് മടങ്ങി വരാത്തിടത്തോളം കാലം നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ സഭയ്ക്ക് മുന്നോട്ട് പോകുവാൻ, ദൈവത്തെ കാണിച്ചു കൊടുക്കുവാൻ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിക്കുവാൻ സാധിക്കുകയില്ല. ഇന്ന് സഭയ്ക്ക് പറ്റിയിരിക്കുന്ന പാളിച്ച എന്താണെന്ന് ചോദിച്ചാൽ, പലപ്പോഴും ആരാധനയുണ്ട്, പ്രാർത്ഥനയുണ്ട്, പക്ഷേ അത് ശരിയാവണ്ണം ദൈവവുമായിട്ടുള്ള ബന്ധത്തിലല്ലാതെ ആചാരങ്ങൾക്ക്, അനുഷ്ഠാനങ്ങൾക്ക് മാത്രം വശംവദരായിക്കൊണ്ട് അതിൽ മാത്രം സംതൃപ്തി കാണുന്നതുകൊണ്ട് ദൈവത്തെ കാണേണ്ടതുപോലെ കാണുവാൻ പലപ്പോഴും സാധിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. നമ്മുടെ സമൂഹം ശരിയാകണമെങ്കിൽ, ധാർമ്മിക ബോധം ഉൾക്കൊള്ളണമെങ്കിൽ, ഈ സ്ഥിതിയിൽ നിന്ന് നമുക്കൊരു മാറ്റം ഉണ്ടാകണമെങ്കിൽ, നമ്മുടെ പൂർവ്വപിതാക്കന്മാർ നമ്മൾക്ക് കാണിച്ചു തന്നതായ നല്ല മാതൃക, നല്ല പാരമ്പര്യത്തിലേക്ക് നാം മടങ്ങിപ്പോകേണ്ടതായിട്ടിരിക്കുന്നു. എന്താണ് അവർ നമുക്ക് കാണിച്ചു തന്ന മാതൃക എന്ന് ചോദിച്ചാൽ, ഇവിടെ കൊർന്നേല്യോസിൻ്റെ ജീവിതാനുഭവത്തിൽ പറയുമ്പോൾ ഇവിടെ പറയുന്നുണ്ട്, അവൻ ദൈവത്തെ ഭയപ്പെടുന്നവനായിരുന്നു. അവൻ കുടുംബമായിട്ട് സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനായിരുന്നു. അവൻ പ്രാർത്ഥനാ ജീവിതമുള്ളവനായിരുന്നു. അവൻ ദൈവവുമായിട്ടുള്ള ബന്ധമുള്ളവനായിരുന്നു. അവൻ ജനത്തിന് ധാരാളം ധർമ്മം കൊടുക്കുന്നവനായിരുന്നു. ദൈവത്തിന് വേണ്ടി അവൻ്റെ ജീവിതത്തെ ഒഴിഞ്ഞു വെച്ച്, അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി ദൈവം ദാനം തന്നതായിട്ടുള്ള കാര്യങ്ങളെ ചെലവഴിക്കുവാൻ അവൻ തയ്യാറായി എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ ഇന്ന് നമ്മളെ സംബന്ധിച്ച് പ്രാർത്ഥനാ ജീവിതം നഷ്ടപ്പെട്ടിരിക്കുന്നു, ദൈവത്തിന് വേണ്ടി കൊടുക്കുന്ന കാര്യങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. ദൈവത്തെ ഭയപ്പെടുന്ന അനുഭവത്തിൽ നിന്ന് അഹങ്കാരത്തിലേക്കും അഹന്തയിലേക്കും നമ്മുടെ ജീവിതത്തിൻ്റെ സുഖലോലുപതയിലേക്കും നമ്മൾ വഴുതി വീണിരിക്കുന്നത് കൊണ്ട് നമ്മുടെ സമൂഹം ദൈവിക ബോധത്തിൽ നിന്ന് അകന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ, പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ഈ ഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ കഴിഞ്ഞകാല ജീവിതാനുഭവങ്ങളിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ മാതാപിതാക്കന്മാർ കണ്ണുനീരോടുകൂടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവർ ദൈവത്തെ ഭയപ്പെട്ട് ജീവിച്ചു.
ദൈവിക ആരാധനയിൽ ആത്മാർത്ഥമായി സംബന്ധിച്ചു. അവർ ശരീരത്തെക്കാൾ ആത്മാവിന് പ്രാധാന്യം കൊടുത്തു. ശരീരം ബലഹീനമെങ്കിലും ആത്മാവ് ശക്തിയുള്ളതായി അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവരുടെ കുടുംബജീവിതങ്ങൾ ശക്തിമത്തായിരുന്നു. അവർ പാറമേൽ വീട് വെച്ച ബുദ്ധിമാനായ മനുഷ്യർക്ക് തുല്യരായിരുന്നു. എന്നാൽ ഇന്ന് അത് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞകാല ജീവിതാനുഭവങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് നമ്മളിൽ നിന്ന് മാറ്റപ്പെടേണ്ടതിനെ മാറ്റപ്പെടുത്തുവാൻ, സ്വീകരിക്കേണ്ടതിനെ സ്വീകരിക്കുവാൻ, ഒരു പുതിയ അനുഭവത്തിലേക്ക് ജീവിക്കുവാൻ ഈ കൊർന്നല്യോസിനെ കുറിച്ച് പറയുന്നത് പോലെ നല്ല സാക്ഷ്യമുള്ളവനായി, നല്ല സാക്ഷ്യമുള്ളവളായി ജീവിക്കുവാൻ നമുക്ക് ഒരുങ്ങാം. ഇവിടെ കൊർന്നല്യോസിനെ കുറിച്ച് പറയുന്നത് അവസാനമായിട്ട് പറയുന്നു, അവനോട് നിൻ്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിൻ്റെ മുൻപിൽ എത്തിയിരിക്കുന്നു. മാത്രമല്ല അതിൻ്റെ 22-ാം വാക്യത്തിൽ പറയുന്നു, നീതിമാനും ദൈവഭക്തനും യഹൂദന്മാരുടെ സകല ജാതിയിലും നല്ല സാക്ഷ്യം കൊണ്ടവനും ആയ കൊർന്നല്യോസ് എന്ന ശതാധിപൻ. പ്രിയപ്പെട്ടവരെ, നല്ല സാക്ഷ്യം ഉൾക്കൊള്ളുവാൻ ഈ കൊർന്നല്യോസിനെ പോലെ മറ്റുള്ളവരാൽ നല്ല സാക്ഷ്യം ഉൾക്കൊള്ളുവാൻ, നീതിമാനാണ്, ദൈവഭക്തനാണ് എന്ന മറ്റുള്ളവരുടെ സാക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുമ്പോൾ, നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ തീർച്ചയായിട്ടും നമ്മളും നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ തലമുറയും അനുഗ്രഹിക്കപ്പെടുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട തലമുറയെ വാർത്തെടുക്കുവാൻ, നല്ല സമൂഹത്തെ കെട്ടുപണി ചെയ്യുവാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കുറവുകളെ ക്ഷമിക്കണമേ. ഞങ്ങൾ തിരുത്തേണ്ടതിനെ തിരുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾക്ക് തന്ന നല്ല തിരുവചന ചിന്തകൾക്കായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ സമൂഹത്തിലേക്ക് ഞങ്ങളൊന്ന് കണ്ണോടിക്കുമ്പോൾ കർത്താവേ, നിന്നെ മറന്ന് നീയുമായിട്ടുള്ള ബന്ധമില്ലാതെ ധാർമ്മിക ബോധം നഷ്ടപ്പെട്ട് അധപതനത്തിലേക്ക് വരുന്ന ഒരു സമൂഹത്തെ ആകുന്നുവല്ലോ ഞങ്ങൾ കാണുന്നത്. അതിൻ്റെ കുറ്റക്കാർ ഞങ്ങൾ തന്നെ ആകുന്നു എന്ന് മനസ്സിലാക്കുവാൻ, ഞങ്ങളെ തന്നെ പുനർചിന്തനം ചെയ്യുവാൻ, നിൻ്റെ തിരുവചനത്തിൽ കൂടെ, കൊർന്നല്യോസിൽ കൂടെ ഞങ്ങളെ കേൾപ്പിച്ചതായ തിരുവചനം അനുസരിച്ച് ഞങ്ങളുടെ സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവരായി ജീവിക്കുവാൻ, കർത്താവെ നിന്നോട് പ്രാർത്ഥിച്ച് ജീവിക്കുവാൻ, നിനക്ക് വേണ്ടി ധർമ്മം കൊടുക്കുവാൻ, മറ്റുള്ളവരെ കരുതുവാൻ, മാത്രമല്ല നല്ല ദർശനമുള്ളവരായി, നല്ല സാക്ഷ്യമുള്ളവരായി ഞങ്ങളുടെ ജീവിതങ്ങളെ അവിടുന്ന് രൂപാന്തരപ്പെടുത്തണമേ. അത് വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും സമൂഹ ജീവിതത്തിലും ആയി നല്ല സമൂഹത്തെ കെട്ടിപ്പണി ചെയ്യുവാൻ, ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിൽ എല്ലാവരെയും ആക്കി തീർക്കുവാൻ അവിടുന്ന് സഹായിക്കുകയും തുണയ്ക്കുകയും ചെയ്താട്ട്. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനും വിശുദ്ധിയുമുള്ള റൂഹായുടെയും തിരുനാമത്തിൽ തന്നെ.